തിരുവനന്തപുരത്തുള്ള മറ്റൊരു നടൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മലയാള സിനിമയിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്ത് ഈ സമയത്ത് നല്ല നല്ല റോളുകളൊക്കെ ചെയ്ത് ഒരുപാട് ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നടനാണ് ആക്ടർ നന്ദു എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടാണ് ഞാനിന്ന് പോകുന്നത്. ഞാനിപ്പോൾ ഈ വന്ന ടൈമിൽ ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞ ആൾക്കാരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ ഫുള്ള് തിരക്കായിരുന്നു. പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ടൈമാണ്. എല്ലാ സ്ഥലത്തേക്കും KSRTC ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം അങ്ങോട്ടത്തേക്ക് ആൾക്കാർ പോകും. ആ ഒരു തിരക്കാണ്. ഇനി ഇങ്ങോട്ടത്തേക്കൊന്നും വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ ഒരു 3-4 മണിക്കൂറത്തേക്ക് സിറ്റിയൊന്നും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ സ്തംഭിച്ചിരിക്കും. ഈ ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ പോയി ഇവിടെ മൊത്തം പൊങ്കാലയും ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെയൊക്കെ ആൾക്കാർ കഴിഞ്ഞ് പോയതിൻ്റെ ഇതാണ്. ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് മുന്നോട്ട് നടക്കുവാണ്. ഇവിടെ മെയിൻ റോഡിലെല്ലാം ഫുള്ളായിട്ട് ഭയങ്കര തിരക്കാണ്. ഇവിടെ പൊങ്കാലയെ കഴിഞ്ഞ് പോകുന്ന ആദ്യത്തെ കുറച്ച് മണിക്കൂർ ഈ പ്രദേശത്തൊന്നും ഒരു ബൈക്ക് പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെ ഫ്രണ്ടിലായിട്ടൊരു ക്ഷേത്രമുണ്ട് കേട്ടോ. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ടൊക്കെ പൊങ്കാലയിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാം. അപ്പോൾ അവരൊക്കെ ഇവിടെ പൊങ്കാലയൊക്കെ ഇട്ട് ഇവിടെയൊക്കെ ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല. ആൾക്കാരൊക്കെ പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓരോ അമ്പലത്തിൻ്റെ സൈഡ് കേന്ദ്രീകരിച്ച് പൊങ്കാലയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടാവും. മോഡേൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് അമ്പലത്തിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴാണ് നന്ദു ഭായിയുടെ വീട് വരുന്നത്. അപ്പോൾ ആക്ടർ നന്ദുവിൻ്റെ വീട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. മുന്നോട്ട് നടന്നു വരുമ്പോൾ ഇത് കണക്കത്തെ ഒരു ചെറിയ ഇറക്കമാണ് കേട്ടോ. അപ്പോൾ സിറ്റിയുടെ സൈഡ് തന്നെയാണ്. ഇവിടെയൊക്കെ ഒരുപാട് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഗൈസ്, ഞാൻ കുറച്ച് മുമ്പോട്ടങ്ങ് നടന്നു കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ മുകളിലോട്ട് കയറി പോകണം. ഇത്രയും ഇറങ്ങണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന വഴിക്ക് ഇഷ്ടംപോലെ പൊങ്കാല ഇടാൻ വരുന്നവരൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ തിരക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. നമ്മൾ കറക്റ്റ് ഇതാ ഇവിടെ ഈ ക്ഷേത്രം കഴിഞ്ഞ് ഇങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ തന്നെയാണ് വീട് കാണുന്നത്. ഇവിടെ നിന്നൊരു റൈറ്റ് കട്ടിങ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് കയറി പോകണം ഗൈസ്. അങ്ങനെ ഞാനിപ്പോൾ ഈ കാണുന്ന ഈ ചെറിയ വഴി കൂടെ മുമ്പോട്ട് നടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ വഴി കൂടെ കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റിലായിട്ടൊരു വീടുണ്ടെന്ന് പറഞ്ഞു. ആ വീടെന്ന് പറയുന്നത് അധികം പൂശാത്ത, കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മോഡലിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണെന്ന് പറഞ്ഞു. അപ്പോൾ മുമ്പോട്ട് നടന്നു വരുമ്പോൾ അത് ഇങ്ങനെ ഒരു വീട് ഇവിടെ കാണുവാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് വേറെ വീടില്ല. അപ്പോൾ ഇത് തന്നെയാണ് വീട്. കാരണം പ്രത്യേക ഒരു രീതിയിലുള്ളൊരു വീടാണ് കേട്ടോ. ഇവിടെ അങ്ങനത്തെ ഒരു വീടില്ല. ഒരു വെറൈറ്റി ടൈപ്പിലൊരു വീടുണ്ടാവുമെന്ന് പറഞ്ഞ്, അതായത് ചുടുകട്ട കൊണ്ട് കെട്ടി പൂശാത്ത വീടെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ഒരു മോഡലിലുള്ള പഴയ മോഡൽ വീടാണല്ലോ. അപ്പോൾ ഈ കാണുന്ന വീടാണ് കേട്ടോ. അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതെല്ലാം. വീടിങ്ങനെ വളഞ്ഞു വന്നിരിക്കുക. ഈ വീട്ടിലൊരു പേരൊക്കെ ഉണ്ട് കേട്ടോ. ആ പേര് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ആ പുള്ളിയുടെ പേരുമായിട്ട് സാമ്യമുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് പുള്ളിയുടെ വീട്ട് പേര് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഇവിടെ നമ്മൾ ആദ്യം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ വീടായിട്ട് തോന്നുമെങ്കിൽ ഇത് വളഞ്ഞിങ്ങനെ വന്നേക്കുക. സ്ഥലത്തിൻ്റെ വിഷയം കൊണ്ട് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പുള്ളി താമസമില്ല കേട്ടോ. പുള്ളി ഈ വീട് കൊടുത്തു. നമ്മൾ നേരത്തെ കണ്ട ഒരു ഹോട്ടലുണ്ടല്ലോ, അതിൻ്റെ ആൾക്കാർക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ അവരുടെ സ്റ്റാഫാണ് താമസിക്കുന്നത്. ലുക്കുള്ള വീടല്ലേ, പൂശിയിട്ടില്ല, കട്ട നല്ല രീതിയിൽ ചെയ്തെടുത്തിരിക്കുക. പഴയ മോഡൽ വീടുകളൊക്കെ ഏകദേശം അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഇത് പുള്ളി സിനിമയിൽ വന്നതിന് ശേഷം രണ്ടാമത് പണിഞ്ഞ ഭാഗങ്ങളായിരിക്കും. എന്തായാലും ഇങ്ങനെ നോക്കുമ്പോൾ 2 വീടായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അടുത്തോട്ട് ചെല്ലുമ്പോൾ എല്ലാം ഒറ്റ ഇതിൽ ചെയ്ത് തീർത്തിരിക്കുക. പിന്നെ ഇതിൻ്റെ പുറകിലോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി ഇത് കൊടുത്തു. കാരണം വഴി സൗകര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ നടന്മാരും ഫ്ലാറ്റുകളിലൊക്കെ തന്നെയാണ് താമസിക്കുന്നത്.
ഇതൊരു ഹിന്ദി ബോയ് ആണ്. അപ്പോൾ ഇവരെ ടീമാണ് ഇവിടെ താമസിക്കുന്നത്. ये हिंदी वाला वो होटल में काम करता हूँ मैं. आप कितना साल हो गया? 1 साल हो गया. 1 साल हो गया. वो आपका नाम क्या है? देव कुमार. किधर है? हाँ? आप किधर? बंगाल, वेस्ट बंगाल. ഓ ഓക്കെ ബൈ. അപ്പോൾ ഇവരെ കുറേ ടീമുകളാണ് ഇതിനകത്ത് ഇപ്പോൾ താമസിക്കുന്നത്. അവരൊക്കെ ആ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. ഒരുവിധപ്പെട്ട പഴയ സിനിമാ നടന്മാരെയൊക്കെ വീടൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ വീടൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ അവിടെയൊക്കെ 1 or 2 തവണയൊക്കെ വിറ്റ് പല ആൾക്കാരെ കയ്യിലൂടെയൊക്കെ പോയി അങ്ങനെ പല സംഭവങ്ങളിലാണ് കിടക്കുന്നത്. അതും പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഇതൊക്കെ നടൻ്റെ വീടാണ് എന്നുള്ള. മലയാളികൾക്ക് പോലും ഒരു പക്ഷേ തിരിച്ചറിയാൻ കഴിയത്തില്ല. ഈ കാണുന്ന വീടിപ്പോൾ അദ്ദേഹം കുറച്ച് കൊല്ലം മുമ്പ് കൊടുത്തു. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് ജഗതിയിലുള്ളൊരു ഫ്ലാറ്റിലാണ്. ഇപ്പോഴത്തെ നടന്മാരൊക്കെ ഏകദേശം ഈ പഴയ വീടുകളൊക്കെ കൊടുത്തിട്ട് അവർ പുതിയ വീടെടുക്കാതെ ഫ്ലാറ്റിലേക്കാണ് മാറുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഹോട്ടലിലെ തൊഴിലാളികളാണ് ഇപ്പോൾ ആ ഒരു വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ ഈ കാണുന്ന റോഡ് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ തമ്പാനൂർ ആ ഒരു ബസ് സ്റ്റാൻഡിലൊക്കെ പോകാനായിട്ട് വളരെ എളുപ്പമാണ്. അവരെ സ്റ്റാഫുകളാണ് ഈ ഒരു വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത്. അവർക്കാണ് നന്ദു ചേട്ടൻ ഈ വീട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹോട്ടലും വീടുമായിട്ടൊന്നും വലിയ ദൂരമൊന്നുമില്ല. ഇവരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ പഴയ ടൈപ്പ് വീടുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഈ അമ്പലവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് പഴയ ആൾക്കാരൊക്കെ ഇവിടെ താമസം ഉണ്ടാവും. അവരൊന്നും അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല. മുന്നിലായിട്ട് നോക്കുമ്പോൾ എന്തോ ഒരു മരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതിൽ നിറച്ച് കായ്കളുണ്ട് കേട്ടോ. നാരകമാണോ ഇത്? കണ്ടിട്ട് നാരങ്ങ പോലെയൊക്കെ ഇരിക്കുന്നു, പക്ഷേ ആ സാധനമല്ല ഇത്. എന്താണാവോ? ഇതൊക്കെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന അങ്ങനെയുള്ള ഒരു ഏരിയ ആയതിനെക്കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചെടികളൊക്കെ കാണുന്നതെന്ന് തോന്നുന്നു. ഇതൊക്കെ അമ്പലത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്നത്തെ പോലെയല്ല ഇരുന്നത്. അദ്ദേഹം പ്രിയദർശൻ്റെ ഒരുപാട് സിനിമകളിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ലാലേട്ടൻ്റെ കൂടെയൊക്കെ ചെറിയ ചെറിയ റോളുകൾ ചെയ്തെങ്കിലും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന റോളുകളായിരുന്നു അതെല്ലാം. അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു പടത്തിൽ അദ്ദേഹം ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒരു രംഗമുണ്ട്. അത് ആർക്കും മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ഇന്ന് പലരും ട്രോളുന്നൊരു സംഭവമാണ്. ചോറൊക്കെ ഇട്ടിങ്ങനെ കുഴച്ച് കണ്ണൊക്കെ ഉരുട്ടി കഴിക്കുന്ന ആ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ കുറേ പേർക്ക് അത് അറപ്പാണ്. പക്ഷെ കുറേ പേർക്ക് അത് ചിരിയാണ് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ അദ്ദേഹത്തിന് നല്ലൊരു റോള് കിട്ടിയത് സ്പിരിറ്റ് എന്ന സിനിമയിൽ ഒരു കുടിയൻ്റെ റോളാണ്. അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ അദ്ദേഹം അത് നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ചത് 1986 ഇറങ്ങിയ സർവകലാശാല എന്ന സിനിമയാണ്. അത് വേണു നാഗവള്ളിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. വെറുതെ മിസ്റ്റർ ലാലേട്ടന് പ്രത്യേകം താല്പര്യമുള്ള കക്ഷിയാണെന്ന് തോന്നുന്നു. നന്ദു അതേപോലെ തന്നെ വേണു നാഗവള്ളി ഇവരൊക്കെ ഏകദേശം ഒരേ അയൽവക്കത്തുള്ള ആൾക്കാരായിരുന്നു. അതേപോലെ തന്നെ MG രാധാകൃഷ്ണൻ, MG ശ്രീകുമാർ സുഹൃത്ത് ബന്ധങ്ങൾ വഴി തന്നെയാണ് അദ്ദേഹത്തിന് സിനിമയിലോട്ടൊക്കെ അവസരങ്ങൾ വരുന്നത്. ഇദ്ദേഹം MG രാധാകൃഷ്ണൻ സാറുമായിട്ടൊക്കെ അത്യാവശ്യം നല്ല അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹമൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നത്. 10-30 കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ് സിനിമയിൽ വന്നിട്ട്. ഈ സമയത്ത് നോക്കുമ്പോൾ നല്ലൊരു വിജയം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ ലൈഫ് എന്ന് പറയുന്നത്. ഈ 90കളിലൊക്കെ ഇറങ്ങിയ ഒരു പടമുണ്ട് സമ്മർ പാലസ് എന്ന് പറഞ്ഞ്. അതിൽ അദ്ദേഹം ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു വേഷമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരുമാതിരത്തെ ഒരു ടൈപ്പ് ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ പിന്നെ അദ്ദേഹം ചെയ്തു കാണാൻ വഴിയില്ല. അന്നത്തെ സമയത്ത് അവർ പേടിപ്പിക്കുന്ന സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരുമാതിരത്തെ ഒരു കോമഡിയും സംഭവമൊക്കെ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ബഫൂൺ താടിയൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക കോമഡി വേഷമാണ് അതിൽ ചെയ്തിരിക്കുന്നത്. പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം. അല്പം കഞ്ചാവ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ. സാറ് വല്ലതും പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അതാരും മറന്നു കാണാൻ വഴിയില്ല. അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്.